ബീഹാറിൽ കാര്യങ്ങൾ ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച നിതീഷ് കുമാർ സർക്കാർ നിയമസഭയിൽ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാനിരിക്കുന്ന സമയത്ത് തന്നെ JDUവിന്റെ പല MLA-മാരെയും ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഓപ്പറേഷൻ താമര എന്ന BJP നടത്താറുള്ള സ്ഥിരം രാഷ്ട്രീയ തന്ത്രം അത് ബീഹാറിൽ നടപ്പിലാക്കിയതുമില്ല. അതുകൊണ്ട് സ്വന്തം MLA-മാരെ സംരക്ഷിക്കാൻ വേണ്ടി റിസോർട്ട് എടുത്ത് അങ്ങോട്ട് എല്ലാ MLA-മാരെയും വണ്ടി വിളിച്ചു മാറ്റിയിരിക്കുകയാണ് BJP. അതുകൊണ്ട് BJP MLA-മാരിൽ തന്നെ ഒരു 5-6 പേര് ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. അതിനൊപ്പമാണ് JDUവിന്റെ 45 MLA-മാർക്ക് കഴിഞ്ഞ ദിവസം ഒരു വിരുന്ന് നിതീഷ് കുമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും വിശ്വാസ വോട്ടെടുപ്പിൽ ചേർന്ന് നിൽക്കണം എന്ന കാര്യം പറയാനാണ് ഇങ്ങനെ ഒരു വിരുന്ന് തന്നെ ഒരുക്കിയത്. പക്ഷേ ആ വിരുന്നിൽ പോലും JDUവിന്റെ പല MLA-മാരും പങ്കെടുത്തില്ല. അതുകൊണ്ട് നിതീഷ് കുമാർ ഈ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കറക്റ്റ് ആണെങ്കിൽ JDUവിന്റെ 18 MLA-മാർ ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ അത് NDAക്ക് ഒരു തിരിച്ചടിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. പകരം നിതീഷ് കുമാറിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന RJD മിക്കവാറും തന്നെ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ, നിതീഷ് കുമാർ പരാജയപ്പെട്ടാൽ അടുത്ത തവണ RJD തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. RJD നേരത്തെ തന്നെ കുതിരക്കച്ചവടം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP നേതാക്കൾ കൂട്ടത്തോടെ റിസോർട്ടിലേക്ക് ഓടിപ്പോയത്. സാധാരണ ഇത് തിരിച്ചാണ് സംഭവിക്കേണ്ടത്. BJP പണച്ചാക്കുമായി നടക്കുകയും MLA-മാരെ വാങ്ങുകയും ചെയ്യുന്ന രീതിയായിരുന്നു സാധാരണ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ബീഹാറിൽ തന്ത്രങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് വേണം പറയേണ്ടി വരാം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. നിതീഷ് കുമാർ സർക്കാരിന് ഭരിക്കണമെങ്കിൽ, കൃത്യമായ ഭൂരിപക്ഷം വേണമെങ്കിൽ സ്വന്തമായി കൂടെ നിൽക്കുന്ന MLA-മാരെ കൂടാതെ അപ്പുറത്തുള്ളവരെയും ചാക്കിട്ട് പിടിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. സ്വന്തം ക്യാമ്പിലെ 18 MLA-മാരെ പോലും ഇപ്പോൾ കൂടെ കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിതീഷ് കുമാർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കണ്ടാൽ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ BJP MLA-മാരെ പോലും സുരക്ഷിതമാക്കാൻ കഴിയാത്ത കാര്യത്തിലേക്ക് ബീഹാർ മാറിയിട്ടുണ്ട് എന്നുകൂടി പറയണം. ബീഹാറിൽ BJP-യുടെ MLA-മാരെ മാറ്റിയപ്പോൾ പറഞ്ഞത് അത് ഒരു പ്രത്യേക ത്രിദിന ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് MLA-മാരെ കൊണ്ടുപോകുന്നത്. ഈ ക്ലാസ് നയിക്കുന്നത് അമിത്ഷാ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ബീഹാറിൽ മാത്രം ഇതുവരെ കളിച്ച കളികളിൽ ബീഹാറിൽ മാത്രം NDAക്ക്, അമിത്ഷായ്ക്ക്, മോദിക്ക് കൈ പൊള്ളിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതാണ് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് JDUവിന്റെ ചീഫ് വിപ്പും മന്ത്രിയുമായ ശ്രാവൺ കുമാർ ഒരുക്കിയ വിരുന്നിലാണ് 45 MLA-മാരെ ക്ഷണിച്ചിരുന്നത്. ഇവരിൽ പലരും എത്താത്തത് കൊണ്ട് നിതീഷ് കുമാർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ RJDയുടെ തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം നിലനിർത്താനും ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവരിപ്പോൾ JDUവിന്റെ പുറത്തു നിൽക്കുന്ന MLA-മാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, NDAയുടെ സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചിയെ CPI ML-ന്റെ നേതാക്കന്മാർ MLA-മാർ അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരെ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാഞ്ചിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് ഭരണം പിന്തുടർന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിതീഷ് കുമാറിനെയും NDA സർക്കാരിനെയും എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. ഏത് കടന്ന കൈക്കും തയ്യാറാണ് RJD. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം വെറും 4 MLA-മാരുള്ള പാർട്ടിക്ക് വേണമെങ്കിലും കൊടുക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ BJPക്ക് തിരിച്ചടിയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി, അതായത് മുൻ മുഖ്യമന്ത്രിയായ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയായിരുന്ന ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഇപ്പോഴും NDAയുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരെ വരെ ഇളക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ RJDയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് അത് നിതീഷ് കുമാറിനും NDAക്കുമുള്ള തിരിച്ചടിയായി മാറും. ഒപ്പം RJDക്ക് ഒരു രാഷ്ട്രീയ വിജയവും ഒപ്പം നിതീഷ് കുമാറിനോടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പകപോക്കൽ കൂടിയായിരിക്കും അക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും നിതീഷ് കുമാറിന് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് നിയമസഭ പിരിച്ചുവിടണമെന്നാണ് RJD നേതാവായ വീരേന്ദ്രന്റെ പ്രതികരണം. ഭായ് വീരേന്ദ്രയുടെ പ്രതികരണം അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നാലെ RJD നേതൃത്വത്തിൽ മഹാസഖ്യ MLA-മാർ യോഗം ചേർന്നിട്ടുമുണ്ട്. തേജസ്വി യാദവിന്റെ വസതിയിൽ പാർട്ടി തലവൻ ലാലു പ്രസാദ് യാദവും യോഗത്തിന് എത്തിയിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള കോൺഗ്രസ് MLA-മാർ ഇതുവരെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇപ്പോഴും രാഷ്ട്രീയ കളികൾക്ക് അവസാന വട്ടം വരെ ശ്രമമുണ്ട്. കാരണം കോൺഗ്രസിന്റെ MLA-മാരിൽ ഒരു 10 പേരോളം ഇപ്പോഴും ഹൈദരാബാദിലെ ക്യാമ്പിൽ എത്തിയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയൊക്കെ തന്നെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ്. JDU MLA-മാർ എന്തുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ തന്നെ നാളെ നമ്മുടെ നിയമസഭയിൽ ലഭിക്കുമെന്ന കാര്യം സംശയമില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അത് നിതീഷ് കുമാറിന്റെയും NDA സഖ്യത്തിനും വലിയൊരു തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിലും സംശയം വേണ്ട.